വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 47. ഉച്ചഭക്ഷണവും കഴിഞ്ഞിട്ട് മഹിക്കും ആമ്പലിനും നേത്രയുടെ കല്യാണത്തിനിടാനുള്ള വസ്ത്രങ്ങൾ എടുക്കാനായി അവർ ടൗണിലേക്ക് പോയി. കൂട്ടത്തിൽ ബാക്കിയുള്ളവരും കൂടി. മഹിക്കും ആമ്പലിനുമുള്ള വസ്ത്രങ്ങൾ എടുത്ത കൂട്ടത്തിൽ വിനയൻ ആമിയയ്ക്കും ആബിക്കുട്ടനും കൂടിയുള്ള വസ്ത്രങ്ങൾ കൂടി എടുത്തു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റൊന്നും പറയാതെ ആമിയ വിനയൻ വാങ്ങിയ ആ സാരി സ്വീകരിക്കുകയും ചെയ്തു. തിരിച്ചു വരും വഴി കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്നും ആമിയ നേത്രയ്ക്ക് വേണ്ടി 5 പൗണ്ട് ഒരു മാലയും വാങ്ങുകയുണ്ടായി. അന്ന് രാത്രി ആമ്പലും മഹിയും കിടക്കാനൊരുങ്ങുമ്പോഴാണ് ആമിയ അവരുടെ മുറിയിലേക്ക് കയറി വന്നത്. എന്താണ്? അവളെ ആ സമയത്ത് അവിടെ കണ്ടതിന്റെ അമ്പരപ്പിൽ മഹി ചോദിച്ചു. അവൾ സങ്കോചത്തോടെ മഹിയെയും ആമ്പലിനെയും നോക്കി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ മുഖഭാവം കണ്ട് ആമ്പലും ചോദിച്ചു. കുറച്ചു മുന്നേ അമ്മമ്മ എന്നോടൊരു കാര്യം സംസാരിച്ചായിരുന്നു. ഒരു മുഖവുരയോടെ ആമിയെ പറയാൻ തുടങ്ങി. കാര്യം മനസ്സിലായതുപോലെ ആമ്പലും മഹിയും പരസ്പരം നോക്കി. ആൽബിക്കുട്ടന് വേണ്ടി വിനയനെ വിവാഹം കഴിക്കാനാണ് അമ്മമ്മ പറഞ്ഞത്. പക്ഷെ മഹി, എനിക്കതിനൊരിക്കലും കഴിയില്ല. എന്റെ മുത്ത് സ്നേഹിച്ചിരുന്ന ആളാണ് വിനയൻ. എത്രയൊക്കെ ശ്രമിച്ചാലും അയാളെ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. അതിപ്പോ ആബിക്ക് വേണ്ടിയാണെങ്കിൽ കൂടി. അത് മാത്രമല്ല, ഒന്നും അടിഞ്ഞതുപോലെ ആമിയെ പറഞ്ഞു വന്നത് നിർത്തിയിട്ട് മഹിയെ നോക്കി. അവളെ പറയാൻ അനുവദിച്ചുകൊണ്ട് മഹി നിശബ്ദനായിരുന്നു. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വിനയൻ എന്നോട് കാണിക്കുന്ന കെയറിംഗ് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അമ്മമ്മ ഇക്കാര്യം വിനയനോടും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മനഃപൂർവ്വം കരുതിക്കൂട്ടി കെയർ ചെയ്യാൻ ശ്രമിക്കുന്ന പോലൊരു തോന്നൽ. പ്ലീസ് മഹി, നീ അങ്ങേരോടൊന്ന് സംസാരിക്കണം. മനസ്സിനെ വീർപ്പുമുട്ടിച്ചിരുന്ന കാര്യം പങ്കുവച്ചതിന്റെ ആശ്വാസത്തിൽ ആമിയ അവനെ നോക്കി. അവനാകട്ടെ എന്ത് പറയണമെന്ന ആലോചനയോടെ ആമ്പലിനെ നോക്കുകയായിരുന്നു. ചേച്ചി വിഷമിക്കാതെ, വിനയേട്ടനോട് ഞാൻ പറയാം. മനസ്സിലൊന്നും വെച്ചുകൊണ്ടായിരിക്കില്ല വിനയേട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ആബിക്കുട്ടന്റെ അമ്മയുടെ സ്ഥാനത്ത് ചേച്ചിയെ കണ്ടതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ഒരു കെയറിംഗ് കാട്ടിയത്. ചേച്ചി അത് വിട്ടേക്കൂ. താങ്ക് യു. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. അവളുടെ വാക്കുകൾ ഇടറി. ഒന്നും പറയാതെ മുന്നോട്ട് ചെന്ന അമ്പൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു താങ്ങ് കിട്ടിയതിന്റെ ആശ്വാസത്തിൽ ആമിയ ആമ്പലിന്റെ തോളിലേക്ക് തലചായ്ച്ചു. നേത്രയുടെ കല്യാണം കൺവെൻഷൻ സെന്ററിലോ ഓഡിറ്റോറിയത്തിലോ വെച്ച് നടത്തുന്നതിനു പകരം കൈതാരത്തെ വീട്ടുമുറ്റത്ത് തന്നെ പന്തലിട്ട് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. പാചകം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ച് കെട്ടും കഴിഞ്ഞ് സദ്യ ഉണ്ണാൻ കൈ കഴുകി ചെന്നിരിക്കുന്ന പതിവ് പരിപാടിക്ക് പകരം പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെ വീട്ടുമുറ്റത്ത് തന്നെയാണ് വിശ്വനമ്മാവൻ പാചകവും ഏർപ്പെടുത്തിയിരുന്നത്. അതും പാലക്കാട്ടെ പ്രസിദ്ധനായ ദേഹണ്ണക്കാരൻ പരമേശ്വര അയ്യരായിരുന്നു പാചകക്കാരൻ. തലേ ദിവസം വൈകുന്നേരം തന്നെ പരമേശ്വര അയ്യരുടെ നേതൃത്വത്തിൽ ഒരു സംഘം കൈതാരത്തേക്കെത്തി. മഹിയും ആമ്പലും അമ്മമ്മ അടക്കം വീട്ടിലുള്ളവരെല്ലാം തന്നെ 2 ദിവസം മുതലേ കൈതാരത്ത് തന്നെയായിരുന്നു. പിള്ളേര് മൂന്നും ആ തിരക്കുകൾക്കിടയിൽ കൂടി ഓടിച്ചാടി നടന്നു. ചെറിയ പനിക്കോലുണ്ടായിരുന്ന ആൽബിക്കുട്ടനെ അടക്കി നിർത്താൻ ആമിയ ശ്രമിച്ചെങ്കിലും അവൻ അത് വകവയ്ക്കാതെ മറ്റ് 2 കിട്ടിയ അവസരം ശരിക്കും ആഘോഷിച്ചു. തിരക്കിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ച ആമിയയെ ആമ്പലും മഹിയും കൂടെ കൂട്ടി. സന്ധ്യയ്ക്ക് മുന്നേ കലവറയിൽ പാചകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അന്ന് രാത്രിയത്തേക്കുള്ള ഭക്ഷണമാണ് അവർ ആദ്യം തയ്യാറാക്കിയത്. നേത്രയും അച്ഛനും അമ്മയും വിനയനും കൂടി വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കാൻ നിന്നപ്പോൾ ആമ്പലും ആമയെയും അനിയും താമിയും നിഷയും അടക്കം അയൽവക്കത്തെ പെണ്ണുങ്ങളെല്ലാം കലവറയിൽ സഹായത്തിനായി കൂടി. ആണുങ്ങളെല്ലാം കൂടി തേങ്ങ ചിരകാനുള്ള മെഷീൻ മാറ്റിവെച്ചിട്ട് അപ്പുറത്തെ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ചിരവകൾ ഉപയോഗിച്ച് തേങ്ങ ചിരവാനുള്ള മത്സരം തന്നെ അങ്ങ് സംഘടിപ്പിച്ചു. സൈമൺ പതിവ് പോലെ ബാർടെൻഡറായി പ്രോത്സാഹനമടങ്ങിയ ഗ്ലാസുകളുമായി നിന്നു. പിള്ളേര് മൂന്നും കൂടി ഓരോരുത്തർ ചിരകിയിടുന്ന ചിരട്ടകളുടെ കണക്കെടുത്തുകൊണ്ടിരുന്നു. വലിയ കാര്യത്തിന് മത്സരം തുടങ്ങിയെങ്കിലും അല്പം കഴിഞ്ഞതും സന്തോഷും ശരത്തും തളർന്നു പിന്മാറിയതോടെ വിജയച്ചനും ജിനനമ്മാവനും ആ സ്ഥാനത്തേക്ക് കയറി. അവർക്ക് കൂട്ടായി അയൽവക്കത്തെ ചേട്ടന്മാരും ഉണ്ടായിരുന്നു. തേങ്ങ ചിരകി കൈവെള്ള ചുമന്നിട്ടും ആമ്പലിന്റെ മുന്നിൽ ആളാകാൻ മഹി ബലം പിടിച്ച് ചിരകിക്കൊണ്ടിരുന്നു. അവന്റെ സ്വഭാവമറിയാവുന്ന ആമ്പൽ
ഒടുവിൽ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന മട്ടിൽ അവനെ അവിടുന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ഇവള് വിളിച്ചതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എന്ന ഭാവത്തിൽ അച്ഛനെയും അമ്മാവനെയും ഒന്ന് നോക്കിയിട്ട് അവനും അവിടെ നിന്ന് മുങ്ങി. രാത്രിയിലെ ഭക്ഷണത്തിനു ശേഷം സദ്യയുടെ കറികൾക്കുള്ള വറുത്തരക്കലുകളും പായസത്തിനു വേണ്ടി വരട്ടിവെച്ചും കഴിഞ്ഞ് 12 മണിക്ക് കിടന്നവർ 3 മണിക്ക് എഴുന്നേറ്റ് സദ്യയ്ക്ക് വേണ്ടിയുള്ള കറികളും പായസവും ചോറുമൊക്കെ തയ്യാറാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നേത്രയെ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യനും വന്നതോടെ വീട്ടിലുള്ളവരും എഴുന്നേറ്റു. നേത്രയുടെയും ബാക്കി പെണ്ണുങ്ങളുടെയും മേക്കപ്പും ഒരുക്കങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ 8 മണിയായി. കാലത്ത് 10നും 10:30ക്കും മധ്യയായിരുന്നു വിവാഹത്തിനുള്ള മുഹൂർത്തം. 9:30 ആയപ്പോഴേക്കും പ്രദീപും വീട്ടുകാരും നേത്രയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അതോടെ അവരെ സ്വീകരിക്കാനുള്ള തിരക്കായി. വിനയനും മഹിയും സന്തോഷും ശരത്തും ചേർന്നാണ് പ്രദീപിന്റെ കാല് കഴുകി മാലയും ബൊക്കയും നൽകി പന്തലിലേക്ക് ആനയിച്ചത്. വിശ്വനമ്മാവനും സരയു അമ്മായിയും കൂടി പറ നിറച്ച് നിലവിളക്കുകൾ കൊളുത്തി. താലമെടുത്ത പെൺകുട്ടികൾക്ക് നടുവിൽ പീച്ച് കളർ കാഞ്ചീപുരം സാരിയെടുത്ത് മണ്ഡപത്തിലേക്ക് വന്ന നേത്രയെ പ്രദീപ് കണ്ണിമയ്ക്കാതെ നോക്കി. അവളോടൊപ്പം ആമ്പലും താമിയും അനിയും സ്റ്റേജിലേക്ക് കയറി. ആമിയെയും അവർ കൂടെ വലിച്ചു കയറ്റി. അവർക്കു പിന്നാലെ അച്ഛനും അമ്മയും അമ്മാവന്മാരും അമ്മായിമാരുമൊക്കെ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പൂജാരി ചെറുക്കനെ മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ പറഞ്ഞതനുസരിച്ച് മഹിയും വിനയനും കൂടി പ്രദീപിനെയും വിളിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റി നിർത്തി. അവനോടൊപ്പം അവന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഭർത്താവും മറ്റടുത്ത ബന്ധുക്കളും കൂടി സ്റ്റേജിലേക്ക് കയറി നിന്നു. ചടങ്ങുകൾക്കൊടുവിൽ പ്രദീപ് നേത്രയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ പുരവയിടാൻ പെണ്ണുങ്ങൾക്കൊപ്പം മഹിയും സൈമണും കൂടി കൂടിയതോടെ രംഗമൊന്നു കൊഴുത്തു. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഡാൻസുകൾ മഹിയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി അവതരിപ്പിച്ചു. ഡാൻസുകൾ അവസാനിക്കാറായപ്പോഴേക്കും പന്തലിന്റെ അങ്ങേറ്റത്ത് സദ്യ തുടങ്ങിയിരുന്നു. അതോടെ അവസാനം പാട്ടുപാടാൻ നിന്നിരുന്ന സന്തോഷിന്റെ പാട്ട് കേൾക്കാൻ അനിയും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുക്കന്റെ വീട്ടിൽ നിന്നും വന്നിരുന്നവരെ ആദ്യം ഇരുത്താമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പന്തിയിൽ പക്ഷഭേദമില്ലെന്ന് പറയും പോലെ സീറ്റ് കിട്ടിയവരൊക്കെ ആദ്യം ചാടിയിരുന്നു. എങ്കിലും തിരികെ പോകാൻ 2:15 വരെ സമയമുണ്ടായിരുന്നതുകൊണ്ട് പ്രദീപിന്റെ വീട്ടിൽ നിന്നും വന്നവർക്കെല്ലാം സദ്യ കഴിക്കാനുള്ള സമയം കിട്ടി. 2:15 ആയപ്പോൾ പ്രദീപിന്റെ അമ്മാവൻ പറഞ്ഞതനുസരിച്ച് പ്രദീപും കൂട്ടരും പോകാനായി ഇറങ്ങി. പോകാനായി യാത്ര പറയുന്ന നേരം നേത്രയുടെ കണ്ണൊന്നും നിറഞ്ഞെങ്കിലും മഹിയും സന്തോഷും ശരത്തും കൂടി നെഞ്ചത്തടിച്ച് കരഞ്ഞു കാട്ടിയതോടെ അവിടെ മാകെ കൂട്ടച്ചിരിയായി. തലേ ദിവസത്തെ ബഹളവും തലകുത്തി മുറിയലും കാരണം ഉച്ചയായപ്പോഴേക്കും ആൽബിക്കുട്ടന്റെ പനി കൂടിയിരുന്നു. ചെറുക്കനും പെണ്ണും ഇറങ്ങിയതും വിനയൻ അവനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. ആമ്പലിനെയും കൂട്ടുപിടിച്ചാണ് ആമിയെ അവരുടെ കൂടെ പോയത്. പനി കൂടിയത് കാരണം റിസപ്ഷന് പോകുന്നതിൽ നിന്നും ആൽബിക്കുട്ടനെയും കൊണ്ട് ആമിയെ ഒഴിഞ്ഞപ്പോൾ വിനയൻ അവർക്ക് കൂട്ടു നിൽക്കാൻ തയ്യാറായി. വേണ്ടെന്ന് വൈമനസ്യത്തോടെ ആമിയെ പറഞ്ഞെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്ന് ബാക്കിയുള്ളവർ കൂടി പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ ആമിയെ സമ്മതിച്ചു. 6 മണിയായപ്പോൾ റിസപ്ഷന് പോകാനായി എല്ലാവരും വണ്ടികളിലേക്ക് കയറി. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് റിസപ്ഷന് വരുമ്പോൾ ആർഡർ ചെയ്യാൻ കൊടുത്തിട്ടും സമയത്തിന് കിട്ടാതിരുന്ന 2 ചുരിദാറുകൾ കൂടി തയ്യൽ കടയിൽ നിന്നും വാങ്ങണമെന്ന് നേത്ര പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യം ആമ്പൽ ഓർത്തത്. അവൾ ആ കാര്യം മഹിയെ മാറ്റി നിർത്തി പറഞ്ഞു. ഓ അതിനെന്താ, ഞാൻ അതും വാങ്ങി നേരെ റിസപ്ഷൻ ഹാളിലേക്ക് എത്തിയേക്കാം, നീ അവരുടെ കൂടെ പോയിക്കോ. അവൻ പറഞ്ഞത് കേട്ട് അവൾ വണ്ടിയിലേക്ക് കയറിയപ്പോൾ അവൻ തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. തയ്യൽ കടയിലേക്കുള്ള യാത്രയ്ക്കിടെ ചെറിയച്ഛന്റെ വീട്ടിന് മുന്നിലൂടെ പോയപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ആംബുലൻസ്. അവന്റെ വലത് കൈയും കാലും ബൈക്കിന്റെ ബ്രേക്കിൽ അമർന്നു. ഒരു മുരൾച്ചയോടെ നൈറ്റ് സ്റ്റാർ റോഡിൽ ഉരഞ്ഞു നിന്നു. അവിടെയിട്ട് വട്ടം തിരിച്ച ബൈക്ക് അവൻ ചെറിയച്ഛന്റെ വീട്ടിലേക്ക് ഓടിച്ചു കയറ്റി. സൈഡ് സ്റ്റാൻഡിൽ ഒതുക്കി നിർത്തിയ ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ഓടിക്കയറിയ അവന്റെ കണ്ണുകളിൽ ആദ്യം തെളിഞ്ഞത് ഒരു വീൽ ചെയറിലിരിക്കുന്ന കീത്തുവിന്റെ രൂപമായിരുന്നു. അകത്തേക്ക് ഓടിക്കയറി വന്ന മഹിയെ കണ്ട കീത്തു കണ്ണുകൾ മിഴിച്ച് അവനെയൊന്ന് നോക്കിയതും മുഖം പൊത്തി ഉറക്കെ കരഞ്ഞു. അവളുടെ മുന്നിലേക്ക് ഓടിച്ചെന്ന അവൻ മുട്ടുകാൽ കുത്തിയിരുന്ന് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. എന്റെ കീത്തുമോളെ, നീ ഇതെവിടെയായിരുന്നു? എന്താ നിനക്ക് പറ്റിയത്? അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. മഹിക്കുട്ട, ചെറിയച്ഛൻ വിളിച്ചത് കേട്ട് അവൻ മുഖം ഉയർത്തി നോക്കി. അപ്പോഴാണവൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ശ്രദ്ധിച്ചത്. സ്വീകരണ മുറിയിലെ സെറ്റിയിൽ അവനെ തന്നെ നോക്കിക്കൊണ്ട് 2 കന്യാസ്ത്രീകളും
ഒരു കൈക്ക് ബാൻഡേജ് ഇട്ട നിലയിൽ ഒരു ചെറുപ്പക്കാരനും ഇരിപ്പുണ്ടായിരുന്നു. അകത്തെ മുറിയിൽ നിന്നും കടന്നു വന്ന ചെറിയമ്മ പിന്നിൽ നിന്നും കണ്ണുനീരൊപ്പി. എന്താ ചെറിയ ചേതൊക്കെ, നിങ്ങൾ തീർത്ഥാടനത്തിനാണെന്നും പറഞ്ഞു പോയത് ഇവളെ കൊണ്ടുവരാനായിരുന്നു. എവിടെയായിരുന്നു ഇവള്? ഇവളുടെ ഈ കൈക്കും കാലിലൊക്കെ എന്താ പറ്റിയത്? കീത്തുവിന്റെ ഇടത് കൈയിലെയും കാലുകളിലെയും പ്ലാസ്റ്ററുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് മഹി അത് ചോദിച്ചത്. പറയാം, നീ ഇരിക്കേ. ചെറിയച്ഛൻ ഇരിക്കാൻ പറഞ്ഞെങ്കിലും അവനത് കൂട്ടാക്കാതെ അവളുടെ കൈയും പിടിച്ച് നിലത്തു തന്നെ ഇരുന്നതേയുള്ളൂ. കരച്ചിലൊന്നു കുറഞ്ഞതും കീത്തു മഹിയുടെ കൈകൾ എടുത്തു പിടിച്ചു. അവൻ എഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ ചുംബിച്ച ശേഷം ഒരു കസേരയെടുത്ത് അവളുടെ അടുത്തേക്കിട്ട് അതിലേക്കിരുന്നു. സെറ്റിയിലിരിക്കുകയായിരുന്ന കന്യാസ്ത്രീകളും ആ പുരുഷനും ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കിയിരുന്നു. ചെറിയച്ഛൻ അവന് മുന്നിലേക്ക് മറ്റൊരു കസേര വലിച്ചിട്ടിരുന്നു. ഞങ്ങൾ പോയത് ഇവളെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ അതെല്ലാവരോടും പറയാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല മോനെ ഇവൾ. ഒരു മുഖവുരയോടെ ചെറിയച്ഛൻ പറഞ്ഞു തുടങ്ങി. അന്നത്തെ ആ രാത്രി എന്റെ മോള് നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതല്ലേ? അത് കഴിഞ്ഞ് അന്ന് രാത്രി ആ വിനയൻ ഇവിടെ വിളിച്ചിരുന്നു. മഹിയുടെ നെറ്റി ചുളിഞ്ഞു. എന്തിന്? അവൻ ചോദിച്ചു. നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് മുകളിലേക്ക് കയറി വന്ന അമ്പു കേട്ടെന്നും അവൾ നിന്നെ തെറ്റിദ്ധരിച്ച് വഴക്കിട്ട് പോയി എന്നുമൊക്കെയാണ് അവൻ ഇവളോട് പറഞ്ഞത്. അത് കേട്ട എന്റെ മോള് ആകെ തകർന്നുപോയി. ആ ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചു നോക്കി. പക്ഷെ നിങ്ങളുടെ ഫോണുകൾ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതോടെ വിനയൻ പറഞ്ഞത് വിശ്വസിച്ച ഇവൾ അവനെ തിരിച്ചു വിളിച്ചു. അവനാ ഇവളോട് പറഞ്ഞത് തൽക്കാലം ഇവിടെ നിന്നും മാറി നിൽക്കുന്നത് നന്നായിരിക്കുമെന്ന്. ഇവളെ കാണാനില്ലെന്നറിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറുമെന്ന് അവൻ എന്റെ കൊച്ചിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചടാ. ഇവൾ അതും കേട്ടിട്ടാണ് അന്ന് രാത്രി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ബാംഗ്ലൂർക്ക് വന്നാൽ മതിയെന്ന് അവൻ പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ ഇവൾ അന്ന് നേരെ ഗുജറാത്തിലേക്കാണ് ട്രെയിൻ കയറിയത്. അവിടെ ഇവളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നത്രേ. അവളുടെ അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയതാ. അവളുടെ അടുത്തേക്ക് പോകാനായിരുന്നു ഇവളുടെ പ്ലാൻ. പക്ഷേ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാനാവാതെ ചെറിയച്ഛൻ വിതുമ്പി. അത് കണ്ട് ചെറിയമ്മയും കരച്ചിലായി. കീത്തുവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സെറ്റിയിലിരിക്കുകയായിരുന്ന കന്യാസ്ത്രീകളിൽ ഒരാൾ എഴുന്നേറ്റ് കീത്തുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു. കഴിഞ്ഞു പോയ കാര്യങ്ങളോർത്ത് എന്തിനാ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നത്? മഹിയ കന്യാസ്ത്രീയെ നോക്കി. അവർ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്താ ഇവൾക്ക് സംഭവിച്ചതെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? മഹിയുടെ ചോദ്യത്തിൽ അക്ഷമ നിറഞ്ഞിരുന്നു. അന്നത്തെ ആ ട്രെയിൻ യാത്രയിൽ ഗുജറാത്തിലെ വെരാവലിനടുത്ത് വെച്ച് കീർത്തന ആക്രമിക്കപ്പെട്ടു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്തു നിന്നിരുന്ന കന്യാസ്ത്രീ പറഞ്ഞു. റെയിൽവേ ട്രാക്കിനടുത്ത് പരിക്കിലൂടെ കിടന്നിരുന്ന ഇവളെ ഞങ്ങൾ കാണുമ്പോൾ ഇവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. തലക്കേറ്റ പരിക്ക് കണ്ട ഡോക്ടർമാർ പറഞ്ഞത് ട്രെയിനിൽ നിന്നും ആരോ വലിച്ചെറിഞ്ഞതാകാമെന്നാ. 6 മാസങ്ങൾക്ക് ശേഷം ബോധം തെളിയുമ്പോൾ ഇവൾക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. എഴുന്നേറ്റ് നടക്കാൻ വീണ്ടും എടുത്തു ഒരു 6 മാസത്തോളം. താൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ അറിയാതെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഇവളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ ഗുജറാത്തിലുള്ള മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ള സിസ്റ്റേഴ്സാണ്. ഞാൻ സിസ്റ്റർ ആഗ്നസ്, ഇത് സിസ്റ്റർ ഗ്ലോറിയ. ഇരിക്കുന്നത് ഡോക്ടർ വിൻസെന്റ് ആണ്. ഇവളെ 1 വർഷത്തോളം ചികിത്സിച്ച ടീമിൽ ഡോക്ടറും ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരവസ്ഥയിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടും നിങ്ങൾ പോലീസിലൊന്നും കംപ്ലൈന്റ് കൊടുത്തില്ലേ? മഹി ചോദിച്ചു. യെസ്, ഗുജറാത്തിൽ തന്നെയുള്ള കുട്ടിയായിരിക്കുമെന്നോർത്ത് ഇവൾ ആരാണെന്ന് തിരിച്ചറിയാൻ അവിടുത്തെ പേപ്പറിലൊക്കെ പരസ്യം കൊടുത്തിരുന്നു. പോലീസിലും കംപ്ലൈന്റ് നൽകിയിരുന്നതാണ്. പക്ഷേ കേരളത്തിൽ നിന്നും വന്ന ഒരു കുട്ടിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇവളെ കിട്ടുമ്പോൾ കൂടെ ഒരു ബാഗോ മൊബൈലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 6 മാസം കഴിഞ്ഞ് ബോധം വീണപ്പോൾ ഇവൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് മലയാളി കുട്ടിയാണെന്ന് തന്നെ മനസ്സിലായത്. പക്ഷെ അപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം അവിടെ ട്രെയിൻ കയറാൻ വന്നു എന്നാണ്. അത് കേട്ടപ്പോൾ ഞങ്ങൾ കരുതിയത് ഗുജറാത്തിൽ തന്നെ താമസിക്കുന്ന ഏതോ മലയാളി ഫാമിലിയിൽപ്പെട്ട കുട്ടിയായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണവും അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ ആരാണെന്നറിയാതെ ഇവൾ ഞങ്ങളുടെ കൂടെ നിന്നു. മദർ സുപ്പീരിയർ ഇവൾക്കൊരു പേരും നൽകി, ദൈവത്തിന്റെ പ്രീതി എന്നർത്ഥമുള്ള അന്ന. ഒരു നിമിഷം നിശബ്ദയായി നിന്ന് സിസ്റ്റർ കുരിശു വരച്ചു. തുടരും. ഇനിയും ഈ വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഷെയറുകളും നൽകി സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. See you soon.